നിധി കയ്യിൽ വെച്ചിട്ട് ഭിക്ഷ യാചിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ ഒരു യാചകന് ഭിക്ഷ യാചിച്ച് എല്ലാ ഭവനങ്ങളിലും കയറിയിറങ്ങി. ഭവനങ്ങളിൽ നിന്ന് കിട്ടുന്നതൊക്കെ വാങ്ങി അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ ഭവനത്തിലെത്തി. പതിവ് പോലെ തൻ്റെ ഭിക്ഷപാത്രം സ്വർണ്ണപ്പണിക്കാരൻ്റെ നേരെ അദ്ദേഹം നീട്ടി. സ്വർണ്ണപ്പണിക്കാരൻ തൻ്റെ കയ്യിലിരുന്ന ഒരു നാണയത്തുട്ട് ഭിക്ഷപാത്രത്തിലേക്ക് എറിഞ്ഞു കൊടുത്തു. ഭിക്ഷയും വാങ്ങി തിരിച്ചു നടന്ന ഭിക്ഷക്കാരനെ സ്വർണ്ണപ്പണിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒന്ന് നിന്നേന്ന് പറഞ്ഞു. സ്വർണ്ണപ്പണിക്കാരൻ വിളിച്ചപ്പോഴേ ഭിക്ഷക്കാരൻ ഓർത്തു വീണ്ടും എന്തെങ്കിലും കൊടുക്കാനാണ് എന്ന്. സ്വർണ്ണപ്പണിക്കാരൻ ഭിക്ഷക്കാരൻ്റെ കയ്യിലിരുന്ന ഭിക്ഷപാത്രം മേടിച്ച് അകത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് ഭിക്ഷക്കാരനോട് ഇപ്രകാരം ചോദിച്ചു, തൻ്റെ കയ്യിലിരിക്കുന്ന ഈ പാത്രം എന്താണെന്ന് തനിക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഭിക്ഷക്കാരൻ പറഞ്ഞു, എനിക്ക് ഒരറിവുമില്ല. സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞു, തൻ്റെ കയ്യിലിരിക്കുന്നത് തനി തങ്കമാണ്. തൻ്റെ കയ്യിലിരിക്കുന്ന ഈ പാത്രം സ്വർണമാണ്. ഈ പാത്രം വിറ്റാൽ ജീവിതകാലം മുഴുവൻ സുഭിക്ഷമായിട്ട് തനിക്കും 5-10 തലമുറകൾക്കും ജീവിക്കാനുള്ളത് ഇത് വിറ്റാൽ തനിക്ക് കിട്ടും. ഇത് കൈ വെച്ചുകൊണ്ടാണ് താൻ കാലങ്ങളായിട്ട് ഭിക്ഷ യാചിക്കുന്നത് എന്ന്. സ്നേഹമുള്ളവരെ, ഈ ഭിക്ഷക്കാരനെ പോലെയാണ് നമ്മളുടെ പലരുടെയും ജീവിതം. കൈ നിറയെ നിധികൾ വെച്ചിട്ട് പട്ടിണി കിടക്കുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും സന്തോഷം അനുഭവിക്കുകയും സാധിക്കാതെ പോകുന്ന എത്രയോ ഏറെ പേര് നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. ഒത്തിരിയേറെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായിട്ട് അതിൽ ഒരംശമൊന്ന് വിറ്റാൽ ജീവിതകാലം മുഴുവൻ അനേക തലമുറകൾക്ക് ജീവിക്കാനുള്ളത് അതിൽ നിന്ന് കിട്ടും. എന്നാൽ അതെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്ന എത്ര പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. 3-4 വീടുകളുണ്ടായിട്ട് അത് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ ചെറിയ അംശം കൊണ്ട് ഞെരുങ്ങി ജീവിക്കുന്ന എത്ര പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് വിറ്റ് കളഞ്ഞാൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ജീവിക്കാനും സന്തോഷം അനുഭവിക്കാനും ലോകം മുഴുവൻ കറങ്ങിക്കാണാനും ഉള്ളത് അതിൽ നിന്ന് ലഭിക്കും. എന്നാൽ അതൊന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കാത്ത എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. വലിയ മണിമാളികകളിൽ ജീവിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പട്ടിണി കിടക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അത് വിറ്റ് ചെറിയ ഭവനത്തിലേക്ക് മാറിയാൽ എത്രയോ സുഭിക്ഷമായി ജീവിക്കാനുള്ളത് അതിൽ നിന്ന് കിട്ടും. പലപ്പോഴും ദുരഭിമാനം പലരെയും അതിനെ അനുഭവിക്കുന്നില്ല. ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. സ്നേഹമുള്ളവരെ, എന്തിനാണ് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വെച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നമ്മൾ കെടുത്തിക്കളയുന്നത്? 1 ഏക്കർ സ്ഥലമുള്ളവൻ 50 സെൻറ്റ് സ്ഥലത്തിനകത്ത് അവന് സുഭിക്ഷമായിട്ട് ജീവിക്കാം. ആ 1 ഏക്കർ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നതിലും എത്രയോ നല്ലതാണ്. അതിൽ 50 സെൻറ്റ് വിറ്റാൽ അവനും അവൻ്റെ കുടുംബത്തിനും സമൃദ്ധമായി ജീവിക്കാനുള്ളത് അതിൽ നിന്ന് കിട്ടും. അതിനുള്ള വഴികൾ തേടാതെ ഈ 1 ഏക്കറും പിടിച്ചുകൊണ്ട് അതിനുള്ളിൽ ഞെരുങ്ങി സങ്കടങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും അനുഭവിക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ പലപ്പോഴും ആ ഭിക്ഷക്കാരനെ പോലെയാണ്. നിധി കയ്യിൽ വെച്ചിട്ട് ഭിക്ഷ യാചിക്കുക നമ്മളിൽ ഓരോരുത്തരും ചെയ്തു നോക്കുന്നത്. ചിന്തിച്ച് നോക്കുക, നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. ആ ഒരു ജീവിതം കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് പിന്നെ ജീവിതമില്ല. ആ ജീവിതം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കാനാണ്. കൂടുതൽ കയ്യിലുള്ളവർ അത് വിറ്റ് സന്തോഷം അനുഭവിക്കുക. അത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് വെച്ചതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. അത് മറ്റുള്ള ആളുകളെ ദുരുപയോഗം ചെയ്ത് കടന്നു പോവുകയേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ആ ഭിക്ഷക്കാരനെ പോലെ ആകാതെ കയ്യിലുള്ളത് വിറ്റിട്ട് സന്തോഷമായി ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.